ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? അപ്പോൾ രാവിലെ തന്നെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു, അത് പ്രത്യേകം പറയാം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുള്ളൂ. അപ്പം രാവിലെ നമ്മൾ പാല് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തായിട്ട് ഞങ്ങൾ നല്ല പാല് കിട്ടിയപ്പം കുട്ടികൾ കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്, ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് അവനെയും കൂടെ കൂട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് രാവിലെ പാല് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ആ പോക്കാണ് ഈ കാണുന്നത്. അപ്പം രാവിലെ തന്നെ പറമ്പൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച്, നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് അപ്പൂപ്പൻ താടി ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അപ്പൂപ്പൻ താടിയൊക്കെ എടുത്ത് ഇങ്ങനെ പറത്തി വിട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു നല്ല റിഫ്രഷ്മെൻ്റ് ആയല്ലോ രാവിലെ തന്നെ. അപ്പോൾ ഇതേ പാലൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. വെറും പുട്ടല്ല, റേഷനരി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ട്. ഞാൻ മുന്നേ എപ്പോഴോ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം റേഷനരി കുതിർത്ത് വെക്കുക, പിറ്റേ ദിവസം കഴുകി വാരിയെടുക്കുക. വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് അപ്പം തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വറക്കൊന്നും വേണ്ട കേട്ടോ, വറക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക, കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഇനി ഉപ്പിടണ്ട. പിന്നെ വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയും വേണ്ട. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു നനവുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഉണ്ടയായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ നനക്കൊന്നും വേണ്ട. നമ്മുടെ പുട്ടുപൊടി കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നല്ല ആവി പറക്കുന്ന റേഷനരി പുട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു തേങ്ങയും കൂടി ഇട്ടിട്ട് വെക്കുമ്പോൾ ആ ഒരു തേങ്ങയും കൂട്ടി നല്ല ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. പഴമോ അല്ലെങ്കിൽ കറികളോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പം അതവിടെ ഉണ്ടാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ല, കാരണം നല്ല വെയിലായിരിക്കും. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ചെറിയ ചെറിയ വാട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് വെയിൽ കാരണം തന്നെ. ഇന്ന് കോളേഴ്സിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോളേഴ്സ് കളർ ചെടികൾ എൻ്റെ അടുത്ത് 4 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിന് കുറേ വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചില ചെടികളോട് ആഗ്രഹം തോന്നുമ്പോൾ ആണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നും അത് കൂടുതൽ കളക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്തുള്ള 4 കളേഴ്സാണ് ഇത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തിയ അപ്പടി മോശമായിട്ടുണ്ട് വെയിൽ കാരണം. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടാം. റീപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചട്ടികളൊന്നും കിടപ്പില്ല, അതുകൊണ്ട് റീപ്പോർട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമുകളിലേക്കൊന്ന് സെർച്ചിങ്ങിന് പോവാം. കാര്യമായിട്ട് ഇന്ന് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അവധി ദിവസം ആയതുകൊണ്ട് ലേറ്റായി എഴുന്നേക്കാനായിട്ട്. അപ്പോൾ നമ്മളെ പണികളൊക്കെ പതുക്കെ ചെയ്താലും മതിയല്ലോ. ഇന്ന് കാര്യമായിട്ട് വേറെ പണികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം പോയി ഈ ഒരു ടൈം വരെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഉച്ചയായി ആവാറായിട്ടോ. നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റില്ലേ, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. രാജസ്ഥാൻ ബെഡ്ഷീറ്റ്സ് എന്ന് അടിച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്, നല്ല പ്യൂർ കോട്ടൺ. നമ്മൾ എത്ര കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകുന്നില്ല. 700 സംതിങ് എന്താണ്ടാണ് ആയേക്കുന്നത്. കുറേ കളേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ നല്ല കോട്ടൺ ബെഡ്ഷീറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മളിന്ന് തറയൊക്കെ ഒന്ന് തുടക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് വരുന്നില്ല, ചൂരെടുത്ത് അടിച്ച് വരുന്നില്ല. ഈ ഒരു മോപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയും കൂടെ പോരും, അടിച്ച് വരലും കൂടെ എടുക്കും. അപ്പോൾ 2 കാര്യം നടക്കും. അപ്പോൾ എല്ലാ റൂമിലും ഒന്ന് ഇതുപോലെ കയറി ഇറങ്ങി എന്തെങ്കിലും അലർച്ചിയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. അപ്പം നമുക്ക് ഇവിടെ പുറത്തിറങ്ങണമെങ്കിൽ ഏകദേശം 6 മണി ആവാറാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്തുള്ള ആ വെയിൽ നമ്മളെ മുറ്റത്തോട്ട് നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൂര്യാസ്തമയം ആവുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങി വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ചൂടുമാണ്, നല്ല വെയിലുമാണ്. അപ്പം ഞാൻ പിങ്കിമോളെയൊക്കെ ഒന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ചട്ടിയും കുടുക്കിയൊക്കെ ഞാൻ ഇതുപോലെ പുറത്തെടുത്തുകൊണ്ട് വെക്കും കേട്ടോ, വെള്ളം ഒന്ന് ആറി കിട്ടാനും. പിന്നെ വെയിലൊക്കെ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഇതേ നമ്മുടെ ഈ ഒരു അലമാരിയിൽ കയറ്റുന്നുണ്ട്. നമ്മുടെ പഴയ അലമാരിയാണ്, അത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി മുറ്റടിക്കുക, ചെടി നനക്കുക. അപ്പോൾ മുറ്റം ഞാൻ രാവിലെ അടിച്ചതുകൊണ്ട് ഇന്ന് മുറ്റടിക്കുന്നില്ല. ഒരു കാര്യമായിട്ട് ഒന്നുമില്ല, ഇലകളൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഇല പൊഴിയുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുന്നേ ആണെങ്കിൽ ഭയങ്കര ഇലകളായിരുന്നു.
അപ്പോൾ ഇതിനൊന്ന് ചെടിയൊക്കെ നനച്ച് ഒന്ന് കൊടുക്കട്ടെ. എല്ലാം തന്നെ വാടി ഉണങ്ങി കിടക്കുവാണ് നമ്മുടെ ഈ ഒരു വെയിൽ കാരണം. അതിനൊരു മഴ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെടികളൊക്കെ കൊതിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചെടികളാണ് കേട്ടോ ഇത്. അതൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെത്തിയൊക്കെ നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. ഈ ചെത്തിയുടെ ഇടക്കൂടെ നിങ്ങൾ നോക്കി സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളില്ലേ സൂര്യാസ്തമയമൊക്കെ കാണാൻ എവിടെയും പോകണ്ട, ബീച്ചിലോ എവിടെയും പോകണ്ട, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ മതി, നല്ല അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാം. ഇവിടെ അടുത്തായിട്ടില്ലേ, ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അതാണ് കേട്ടോ പാട്ട് കേൾക്കുന്നത്, നല്ലൊരു വൈബാണ്. നമുക്കിങ്ങനെ എന്ന് പറയുന്നത് നല്ല അമ്പലത്തിൽ നിന്നുള്ള ഈ ഒരു ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നത്. പിന്നെ ഇതേ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു പരിപാടിയാണ്, കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻഡോറായിട്ട് വെച്ച കുറച്ച് പോട്ടുകളാണ് കേട്ടോ ഇത്. ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് ഇതിനെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ വെച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ ഇതിനകത്ത് മണ്ണൊക്കെ കുറവായിരുന്നു, പിന്നെ ആകെ കൂടെ വാടി കിടക്കുവാണ്. അപ്പോൾ ഞാനിത് മുകളിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഇൻഡോർ സ്പെഷ്യൽ വളവും പിന്നെ കൂടെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വളമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചാണകപ്പൊടി മാത്രമായി ഇച്ചിരി എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഇച്ചിരി മണ്ണും കൂടെ ചേർത്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ തൂങ്ങിക്കിടക്കുന്ന ഇലകളൊക്കെ ഇല്ലേ, ഇതൊക്കെ അതിൽ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അങ്ങോട്ട് എന്ന് പറയുന്നത് അകത്തോട്ട് തന്നെ ഇതുപോലെ അതിൻ്റെ വേരൊക്കെ അകത്തോട്ട് വരുന്ന രീതിയിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബുഷിയായിട്ട് മണി പ്ലാന്റ്സ് ഒക്കെ വളർത്തണമെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഇലകളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോകും, എന്നാലും കുഴപ്പമില്ല. അതിനെടുത്ത് നല്ല പുതിയ പുതിയ ഇലകളൊക്കെ കിളുത്ത് നല്ല ഉഷാറായി വന്നോളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ തട്ടിപ്പൊത്തിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫില്ലായിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2-3 ഇതുപോലെ അകത്തെടുത്തിട്ട് പിന്നെ പുറത്തെടുത്ത് വെച്ച സാധനങ്ങളാണിതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ അകത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ട് അതിനെ നല്ലതുപോലെ ബുഷിയാക്കിയിട്ട് നല്ല ഹെൽത്തി ആക്കിയിട്ട് വീണ്ടും നമുക്ക് അകത്തെടുത്ത് വെക്കാം. അപ്പോൾ ഓൾറെഡി ഒരു സെറ്റപ്പ് അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ച് ഇത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇലകളൊക്കെ നല്ല കറക്റ്റായി വന്നോളും. പിന്നെ നമ്മളിതുപോലെ ഒരു നമ്മുടെ നിയോൺ പോത്തോസാണ് കേട്ടോ, നിറച്ചുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പോത്തോസ് ഇതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ വളർന്ന് കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ അകത്തേക്കൊന്ന് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊരു പോട്ട്, എൻ്റെ കയ്യിൽ പോട്ടൊന്നുമില്ല, ഇല്ലതൊന്നും പഴയതൊക്കെ വെച്ചിട്ട് അതിലൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പിന്നെ നല്ല പോട്ടിലോട്ട് മാറ്റാമല്ലോ. അപ്പോൾ അതൊന്ന് റീപോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നശിച്ചു പോയി. നിറച്ചും തിക്കായിട്ടുണ്ടായിരുന്ന ഒരു മണി പ്ലാന്റ് ആയിരുന്നു ഇത്. പിന്നെ ഇത് സാധാരണ നമ്മൾ നോർമലി ഗ്രീൻ ഇല്ലേ, നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന അതും ഇതുപോലെ ഒരു പോട്ടിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ മണ്ണാക്കി ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ വെച്ച ഈ ലറ്റാനിയൊക്കെ ഇല്ലേ നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കെയറിങ് ഒന്നും ഞാൻ പഠിച്ചു വന്നില്ല കേട്ടോ. എങ്ങനെയാണ് നല്ല അടിപൊളിയാക്കി എടുക്കുക എന്നുള്ള ഒരു പഠിപ്പുരയിലാണ് ഞാൻ. അപ്പോൾ അതൊന്ന് പഠിച്ചു വരട്ടെ. എന്തായാലും നിറച്ചും പൂവിട്ടിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇത് ഏകദേശം വെയിലൊക്കെ പോയി നല്ലൊരു നിറഞ്ഞത് കാലാവസ്ഥയൊക്കെ മാറി ഇരുട്ടായി വരുന്നുണ്ട്. വൈകുന്നേരത്തെ ആകാശം കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ കുറച്ച് പരിപാടികളാണിത്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഈ വെയിലൊക്കെ കുറഞ്ഞാൽ മാത്രമേ എൻ്റെ ഈ പണികളൊക്കെ നടക്കുകയുള്ളൂ. ഇനി നമുക്ക് എല്ലാത്തിനും ഒന്ന് നനച്ചിട്ട് താഴത്തേക്ക് പോകാം കേട്ടോ. നമ്മുടെ ഗ്രോ ബാഗുകളിലൊക്കെ അപ്പടി മണ്ണൊക്കെ പുറത്തോട്ട് ചാടിയിട്ട് അങ്ങനെ അലങ്കോലമായി കിടക്കുവാണ് മുകളിൽ. ഇനി ഒരു മഴ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ അസുഖങ്ങളൊക്കെ വന്ന് ചെടികളൊക്കെ മോശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.